ഞാൻ ഇന്നൊരു വാർത്ത വായിച്ച്, എന്താ അറിയാം, ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കണം. ആ പെൺകുട്ടിനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, 6 ആളുകളാണ് ആ പെൺകുട്ടിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഈ പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി കൊടുത്തത് ആരാരെങ്ങൾ? അവളുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്. അവളുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇവർക്ക് ഏർപ്പാടാക്കി കൊടുത്തത്. എങ്ങനെയാണ് അയാൾക്കത് ഏർപ്പാടാക്കാൻ പറ്റിയത്? അരങ്ങൾ ഏർപ്പാടാക്കാൻ പറ്റിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മകള്, ആ മകളെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, അവളുടെ അളിയാക്കാൻ നമ്മൾ പറയും, അളിയൻ എന്ന് പറയും. ആ അളിയൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും? നിങ്ങളെ പിന്നെ ഭർത്താവിന്റെ കൂടെ, അല്ലെങ്കിൽ കൂടെ വാപ്പന്റെ കൂടെ, ആങ്ങളന്റെ കൂടെ ഒക്കെ പോണ പോലെ തന്നെ അല്ലേ അളിയന്റെ കൂടെ പോകുമ്പോഴും തോന്നുക? ആ തോന്നൽ തന്നെയാണ് പ്രശ്നം. അയാൾ അന്യനാണ്, 100% അന്യനാണ്. ഇപ്പോ 2 സ്ത്രീകളെ ഒരുമിച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ട്, ജ്യേഷ്ഠത്തെ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. നാളെ ഈ ജ്യേഷ്ഠത്തി മരിച്ചാൽ ഈ അനുജത്തിനെ അയാൾക്ക് കല്യാണം കഴിക്കാം. അന്യയാണ് എന്താവൊന്ന് ബേക്കുമ്പോ കയറുമ്പോ, അല്ലെങ്കിൽ സഹവസിക്കുന്ന സമയത്ത് അന്യനായി കാണണം എന്ന ബോധം നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ദീനാണ്. അത് ദീനോണ്ടേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഇതേപോലെ എന്താ, അളിയനെ വിശ്വസിച്ച് അളിയന്റെ കൂടെ ഒറ്റക്ക് പോയാൽ എന്താ, എവിടെ പോയാൽ എന്താ, അയാൾ അങ്ങനെ കൊണ്ടുനടന്നു. ആ കൊണ്ട് നടന്ന് അയാൾ പരമാവധി കുട്ടിയെ ദ്രോഹിച്ചു. അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കാഴ്ചവെച്ചു. ഞാൻ ഇന്ന് കണ്ട ന്യൂസാണ്, വെറുതെ പറയല്ല. അപ്പൊ എന്താ ഈ മഹറം ആരാണ്? വലായുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഉലതിഹിന്ന. ഓരോന്ന് എണ്ണി പടച്ചോ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹറമായി വരുന്നത് കുടുംബം കൊണ്ട് മഹറമാകണുണ്ട്, വിവാഹം കൊണ്ട് മഹറമാകണുണ്ട്, അതേപോലെ തന്നെ മുലകുടി കൊണ്ട് മഹറമാകണുണ്ട്. ഇതൊക്കെ എന്തിനാ എണ്ണി പടച്ചോൻ പഠിപ്പിച്ചത്? അന്യനായി കാണാൻ. അത് മതമാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ദീനാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ സുരക്ഷിതരാവും, അല്ലെങ്കിൽ സുരക്ഷിതരാകൂല. പറഞ്ഞ് ബോധ്യപ്പെടും. നമ്മുടെ ദീന് കൊണ്ടേ ഈ സുരക്ഷിതത്വം കിട്ടുള്ളൂ. ഇത് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഇത് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും ദീനീ സംവിധാനങ്ങളിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്.